ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പിയാണ് മിക്സ് വെജിറ്റബിൾ കറി. അപ്പോൾ ഇത് നമുക്ക് പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ക്യാബേജ്, കോളിഫ്ലവർ, ബീൻസ്, ഉരുളക്കിഴങ്ങ്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്തിടാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ജീരകം ഇടാം. ജീരകം ഇച്ചിരി കളർ മാറുമ്പോഴത്തേക്ക് നമുക്ക് അതിന് കായം ഇട്ട് കൊടുക്കാം. കായം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് ഉരുളക്കിഴങ്ങും ബീൻസും കൂടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങും ബീൻസും വേവാൻ സമയം എടുക്കുന്ന കാരണം നമുക്ക് ആദ്യം തന്നെ ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച കോളിഫ്ലവറും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടിയും ഉപ്പും ഒക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് വേണം ഇടാൻ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി മുളകൊന്നും കഴിക്കാറില്ല, അത് കാരണം. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് നമ്മുടെ 70% വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ക്യാബേജും കോണും കൂടെ ഇടാം. ക്യാബേജിന് പെട്ടെന്ന് വേവുള്ള കാരണം ക്യാബേജ് ഇപ്പോൾ താമസിച്ചായിട്ടത്. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ഈ മസാലയെല്ലാം പിടിക്കേണ്ട രീതി നല്ലപോലെ മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പിട്ടു. ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് പോലെ തോന്നി. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഒരു കളറിന് വേണ്ടി ഞാൻ ഇതിനകത്ത് കശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇട്ടാൽ മതി. ഞാൻ കളറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ് കിട്ടും നല്ലൊരു തക്കാളിക്ക് ഇട്ടാൽ. അപ്പോൾ ഒരു തക്കാളി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗരം മസാല ആവശ്യമുള്ള ആൾക്കാർക്ക് ഗരം മസാല ഇല്ല. എല്ലാവരും ഒന്നും ഇടത്തില്ല കറിക്കൊന്നും ഗരം മസാല. പക്ഷെ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. ടാറ്റാ, ബൈ ബൈ.